ഹായ് എവരി വൺ, വെൽക്കം ടു കരിയർ മേക്കർ. നമ്മൾ ഇന്ന് ജൂണിലെ സെക്കൻഡ് പാർട്ട് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ജൂണിലെ സെക്കൻഡ് പാർട്ടിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ റെലവൻറ്റ് ആയിട്ടുള്ള കമ്മിങ് SSC RRB എക്സാംസിനൊക്കെ അത്യാവശ്യം റെലവൻറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് വീഡിയോ കണ്ട് നോട്ട്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. സോ ഫസ്റ്റ് വൺ, നീരജ് ചോപ്ര വിൻസ് ഗോൾഡ് അറ്റ് പാരീസ് ഡയമണ്ട് ലീഗ് 2025 അല്ലേ. പാരീസ് ഡയമണ്ട് ലീഗിൽ 2025 പാരീസ് ഡയമണ്ട് ലീഗിൽ വെച്ച് നീരജ് ചോപ്ര എന്ത് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് മെഡൽ വിന്നർ ആയിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം നീരജ് ചോപ്ര എന്ന് പറയുന്നത് 2 ടൈം ഒളിമ്പിക് മെഡൽ വിന്നറാണ് അല്ലേ. 2 തവണ ഒളിമ്പിക് മെഡൽ കിട്ടിയ വ്യക്തിയാണ് നീരജ് ചോപ്ര എന്ന് പറയുന്ന ആൾ. ആദ്യമായിട്ട് പുള്ളിക്ക് ഒളിമ്പിക് മെഡൽ കിട്ടുന്നത് 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ്. അന്നേരമാണ് പുള്ളി ഒരു ഒളിമ്പ്യൻ ആണെന്നും അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം പുള്ളിക്ക് മെഡൽ കിട്ടുന്നതും എപ്പോഴാണ് 2021 ആ കൊറോണ ടൈം കഴിഞ്ഞിട്ട് വരുന്ന 2021 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തവണ കൂടെ പുള്ളിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒളിമ്പിക് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്തവണത്തെ ന്യൂസ് എന്താണ്, പാരീസ് ഡയമണ്ട് ലീഗ് 2025 പുള്ളിക്ക് ജാവലിൻ ത്രോയിൽ തന്നെ, മെൻസ് ജാവലിൻ ത്രോയിൽ തന്നെ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇത് ഈ ജാവലിൻ ത്രോൻ്റെ സമയത്ത് പുള്ളിയുടെ റെക്കോർഡ് എത്രയാണ്, ഹി വോൺ ദ ഇവന്റ് വിത്ത് എ ബെസ്റ്റ് ത്രോ ഓഫ് 88.16 മീറ്റേഴ്സ്. 88.16 മീറ്റേഴ്സ് ആണെന്ത് പുള്ളിയുടെ റെക്കോർഡ് ത്രോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗോൾഡ് മെഡൽ കിട്ടിയത് നീരജ് ചോപ്രയ്ക്കാണ്. സ്വാഭാവികമായിട്ടും എന്ത് കാണും, ഇതിനൊരു സെക്കൻഡ് പൊസിഷൻ ആസ് വെൽ ആസ് തേർഡ് പൊസിഷൻ ഹോൾഡറോടെ കാണും അല്ലേ. സെക്കൻഡ് പൊസിഷൻ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ജൂലിയൻ വെബർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇതിൻ്റെ സെക്കൻഡ് പൊസിഷൻ കിട്ടിയിട്ടത് വിത്ത് ത്രോ ഓഫ് 87.88. 87.88 മീറ്റേഴ്സ് ലോങ്ങിലുള്ളതാണെന്ത് ജൂലിയൻ വെബർ, ജർമ്മനിയിലെ ജൂലിയൻ വെബറിന് സെക്കൻഡ് പൊസിഷൻ കിട്ടാൻ അർഹനാക്കിയത്. ഇനി തേർഡ് സ്പോട്ട് ആർക്കാണ് കിട്ടിയത്, ലൂയിസ് മൊറീഷ്യോ ഡാ സിൽവ എന്ന് പറയുന്ന വ്യക്തിക്കാണ്, ഫ്രം ബ്രസീൽ അല്ലേ. ബ്രസീലിൽ നിന്നുള്ള വ്യക്തിക്കാണ് എന്ത് ചെയ്തത്, തേർഡ് പൊസിഷൻ കിട്ടിയത്. പുള്ളിയുടെ റെക്കോർഡ് എത്രയാണ്, 86.62 മീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ നീരജ് ചോപ്ര 2 ടൈം ഒളിമ്പിക് മെഡൽ വിന്നറാണ്. ഇത്തവണ പാരീസ് ഡയമണ്ട് ലീഗ് 2025 പുള്ളിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ റെക്കോർഡ് എന്ന് പറയുന്നത് 88.16 ആണ്. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, നീരജ് ചോപ്ര ഈസ് ഫ്രം ഹരിയാന അല്ലേ. നീരജ് ചോപ്ര ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നാണ് ഹെയിൽ ചെയ്യുന്നത്. ഓക്കെ, താഴെ കുറച്ചുകൂടി റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ദിസ് വിക്ടറി മാർക്ക് നീരജ് ചോപ്രാസ് ഫസ്റ്റ് വിൻ അഗെയിൻസ്റ്റ് ജൂലിയൻ വെബർ. 2025 സീസണിലെ ജൂലിയൻ വെബറിന് അഗെയിൻസ്റ്റുള്ള ആദ്യത്തെ വിന്നിംഗ് ആണെന്ത് നീരജ് ചോപ്രയുടെ ഈ പാരീസ് ഡയമണ്ട് ലീഗിലെ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ടാണ് 2025 പാരീസ് ലീഗിൽ നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വിൻസ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അവാർഡ് 2024-25. 2024-25 ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അവാർഡ് 2024-25 എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്, സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ അഡ്വാൻസിങ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അക്രോസ് ഇന്ത്യ അല്ലേ. ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, 2024-25 ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിന് എന്ത് കിട്ടിയിട്ടുള്ളത്, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി IPPB secured the first position among the payments bank in the performance index for financial year 2024-25. 2024-25 പേയ്മെൻറ്റ്സ് ബാങ്കുകളുടെ പൊസിഷനിൽ പേയ്മെൻറ്റ്സ് ബാങ്കുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് പൊസിഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്, ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് 100% ഗവൺമെൻറ് ഓണർഷിപ്പ് അല്ലേ. ഇതൊരു 49%, 52%ലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു 100% ഗവൺമെൻറ് ഓണർഷിപ്പിൽ വരുന്നതാണെന്ത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയുന്നത്. എന്ത് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിന് റീസെൻ്റ് ആയിട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അവാർഡ് 2024-25 ലഭിച്ചിട്ടുണ്ട്. മൂവിങ് ഫോർവേഡ്, ശിവസുബ്രഹ്മണ്യൻ രമൺ അപ്പോയിൻറ്റഡ് ആസ് PFRDA ചെയർപേഴ്സൺ ഫോർ 5-year ടേം. ഇത് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോയിൻമെൻറ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ കാര്യമായിട്ട് SSC എക്സാംസിന് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നോക്കിയിട്ടേ പോകാൻ പാടും. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് പോകുന്ന സമയത്ത് എന്തായാലും ഈ അപ്പോയിൻമെൻറ്റ്സ് അതുപോലെ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല, മിസ് ഔട്ട് ചെയ്ത് പോകാൻ പാടില്ല. സോ ഇത് അതിൽപ്പെട്ട ഒരെണ്ണമാണ്. PFRDA എന്ന് പറഞ്ഞാൽ എന്താണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന PFRDA അല്ലേ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർപേഴ്സണായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ശിവസുബ്രഹ്മണ്യൻ രമൺ എന്ന് പറയുന്ന വ്യക്തിനെ പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക്
ഐദർ 65 ഇയേഴ്സ് വരെ, ഒന്നുകിൽ പുള്ളിക്ക് 65 വയസ്സാവുന്ന സമയം വരേക്കും, അതല്ലെങ്കിൽ പുള്ളി എന്നാണോ ഈ ഒരു ചാർജ് എടുക്കുന്നത്, ഈ ഓഫീസിലേക്ക് പുള്ളി എന്നാണോ ചാർജ് എടുക്കുന്നത് അന്ന് തൊട്ട് 5 വർഷത്തേക്ക് എന്താണ് 5 വർഷം, അതല്ലെങ്കിൽ പുള്ളിക്ക് 65 വയസ്സാകുന്നത് വരെ. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അന്ന് പുള്ളിക്ക് ആ ഓഫീസിൽ നിന്നും അധികാരം മറ്റൊരാളിലേക്ക് കൈമാറേണ്ടതായിട്ട് വരും. ഓക്കെ, ഒന്നുകിൽ 65 ഇയേഴ്സ് ആവുന്നത് വരെ, അതല്ലെന്നുണ്ടെങ്കിൽ 5 ഇയർ ടേം കംപ്ലീറ്റ് ആവുന്നത് വരെ. ഈ രണ്ടിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്തേക്കും പുള്ളിയുടെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യേണ്ടി വരും, മറ്റൊരാളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഹി സക്സീഡ്സ് ദീപക് മൊഹാന്റി. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 2023 മാർച്ച് തൊട്ട് ആരാണ് ദീപക് മൊഹാന്റി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ PFRDന് ചെയർപേഴ്സൺ പൊസിഷനിൽ ഇരിക്കുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം കറൻ്റ്ലി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ശിവസുബ്രഹ്മണ്യൻ രമൺ എന്ന് പറയുന്ന വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പുള്ളിയുടെ കുറച്ച് മുമ്പത്തെ പുള്ളിയുടെ റോൾസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ PFRDന്റെ ചെയർപേഴ്സണായിട്ട് നിൽക്കുന്നതിന് മുമ്പ് പുള്ളിയുടെ കരിയർ ഹിസ്റ്ററി എന്താണ് എന്നുള്ളത്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡെപ്യൂട്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആൻഡ് ചീഫ് ടെക്നോളജി ഓഫീസർ CAG ഓഫ് ഇന്ത്യ, അല്ലേ? CAG എന്ന് പറയുന്ന പൊസിഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കൺട്രോളർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെപ്യൂട്ടി CAG ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പുള്ളി പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സിഡ്ബിയുടെ ചെയർമാൻ ആൻഡ് MD ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പുള്ളി പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് സെബി 2006 to 2013 വരയ്ക്കും, 2006 തൊട്ട് 2013 വരേക്കും എന്താണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് സെബി ആയിട്ട് പുള്ളിയുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഫോർവേഡ്, സുമൻ ചക്രവർത്തി അപ്പോയിൻറ്റഡ് ഡയറക്ടർ ഓഫ് IIT ഖരഗ്പൂർ. IIT ഖരഗ്പൂരിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് സുമൻ ചക്രവർത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും വൺ അമംഗ് ദ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഇതും കൂടി എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ IITs തമ്മിൽ സൈൻ ചെയ്യുന്ന MOUs അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും കേട്ടോ. IITs തമ്മിലോ IIMs തമ്മിലോ ഒക്കെ സൈൻ ചെയ്യുന്ന MOUs വളരെ റെലവൻ്റ് ആണ്. IITs വരുന്ന അപ്പോയിൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റുകളാണ് അതൊക്കെ. അതുപോലെ തന്നെ IITs IIM പോലുള്ള അല്ലെങ്കിൽ IISER പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൊണ്ടുവരുന്ന പുതിയ ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ഒക്കെ ഉണ്ടല്ലോ, അതും എന്താണ് അത്യാവശ്യം റെലവൻ്റ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ഇതൊക്കെ. ഓക്കെ, സോ റിനോഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ പ്രൊഫസർ സുമൻ ചക്രവർത്തി എന്നാണ് ആളുടെ പേര്. പുള്ളിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിനെ IIT ഖരഗ്പൂറിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട്. ഫ്രം June 19, 2025, 2025 ജൂൺ 19 തൊട്ട് IIT ഖരഗ്പൂറിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സുമൻ ചക്രവർത്തിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇതിൽ അത്ര റെലവൻ്റ് ആയിട്ട് ഇൻഫർമേഷനെ കൊടുക്കാനുള്ള അധികം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി അത്യാവശ്യം എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, മൂവിങ് ഫോർവേഡ്, ഇന്ത്യൻ വിമൻ റെസ്ലേഴ്സ് ഡോമിനേറ്റ് അണ്ടർ 23 സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. എന്തായാലും ഇത് നോട്ട് ചെയ്യാണ്ട് എക്സാംസിന് പോകാൻ പാടില്ല. ഇന്ത്യൻ വിമൻ റെസ്ലർ ഡോമിനേറ്റ് അണ്ടർ 23 സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, അല്ലേ? ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് അണ്ടർ 23 സീനിയർ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എവിടെ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പാണ്? വുങ് താവ്, വിയറ്റ്നാം, അല്ലേ? വിയറ്റ്നാമിലെ വുങ് താവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള സീനിയർ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ 23 എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാർ പിടിച്ചടക്കിയിട്ടുണ്ട്. അതിൽ മൊത്തം ഇന്ത്യൻ വിമനിന് കിട്ടിയത് എത്രയാണ്? മൊത്തം 10 മെഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ഓഫ് 10 മെഡൽസ് ആണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് സെക്യൂറിങ് ദ ചാമ്പ്യൻസ് ട്രോഫി, അല്ലെ? ഇന്ത്യയാണ് ചാമ്പ്യൻസ് ആയിട്ടുള്ളത്. 10 മെഡൽ എന്ത് ചെയ്തു ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? ഈ 10 മെഡലിനകത്ത് തന്നെ 4 ഗോൾഡാണ്, അതുപോലെ 5 സിൽവർ ഉണ്ട്, അതുപോലെ തന്നെ 1 ബ്രോൺസും ഉണ്ട്, അല്ലേ? ഇതാണ് എന്ത് മെഡലിൻ്റെ മൊത്തം ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മെഡൽ ഹിസ്റ്ററി പോകുന്നത്. മൊത്തം 10 മെഡൽസ് ആണ്, 4 ഗോൾഡ്, 5 സിൽവർ ആൻഡ് 1 ബ്രോൺസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് തന്നെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ പേര് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേഹ ശർമ്മ, പ്രഗതി എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ആൾക്കാരുടെ പേര് കൂടെ താഴെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്രയും ഡീറ്റെയിലോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യൻസ് ആണ് ചാമ്പ്യൻസ് ആയിട്ടുള്ളത്. ഇന്ത്യൻ വിമൻ റെസ്ലേഴ്സ് ആണ് ചാമ്പ്യൻസ് ആയിട്ടുള്ളത്. അണ്ടർ ഏത് കാറ്റഗറി ആണെന്ന് നോക്കുക. അണ്ടർ 23 ആണ്. ഇവൻറ്റ് ഏതാണെന്ന് നോക്കുക, സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, അല്ലേ? അതുപോലെ തന്നെ എത്ര മെഡൽസ് ലഭിച്ചിട്ടുണ്ട്? 10 മെഡൽസ് ആണ്, 4 ഗോൾഡ്, 5 സിൽവർ ആൻഡ് അതുപോലെ തന്നെ 1 ബ്രോൺസും കൂടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഇവൻറ്റ് നടന്ന ഹോസ്റ്റ് ചെയ്ത സിറ്റി ഏതായിരുന്നു? വിയറ്റ്നാമിലെ വുങ് താവ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഈ ഒരു ഇവൻറ്റ് നടന്നത്. ഇത്രയും ഇൻഫർമേഷൻസ് പഠിച്ചിരിക്കുക. മൂവിങ് ഫോർവേഡ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാർലോസ് അൽക്കറാസ് വിൻസ് ക്വീൻസ് ക്ലബ് ടൈറ്റിൽ എഹെഡ് ഓഫ് വിംബിൾട്ടൺ 2025. വിംബിൾട്ടൺ 2025 മുമ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വീൻസ് ക്ലബ് ടൈറ്റിൽ ആർക്ക് ലഭിച്ചു? കാർലോസ് അൽക്കറാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ,
ക്വീൻസ് ക്ലബ് ATP 500 ടൂർണമെന്റ് ഇൻ ലണ്ടൻ ഓൺ ജൂൺ 22, 2025. 2025 ജൂൺ 22-ാം തീയതി എന്തിട്ടുണ്ട് ലണ്ടനിൽ വെച്ച് നടന്നിട്ടുള്ള ക്വീൻസ് ക്ലബ് ടൈറ്റിൽ ആർക്ക് ലഭിച്ചു? കാർലോസ് അൽക്കറാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ക്വീൻസ് ക്ലബ് ടൈറ്റിലാണ് കേട്ടോ. രണ്ടാമത്തെ ക്വീൻസ് ക്ലബ് ടൈറ്റിലാണ്. ആദ്യത്തേത് ലഭിക്കുന്ന ഏത് വർഷമാണ്? 2023-ലാണ്. അതിനുശേഷം ലഭിക്കുന്നത് ഈ വർഷമാണ് 2025. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. മൂവിങ് ഫോർവേഡ്, അടുത്തിലേക്ക് മൂവ് ചെയ്യാണ്. ഇതും അത്യാവശ്യം റെലവെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇന്ത്യ ടു ഹോസ്റ്റ് 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കണം നമ്മൾ കേട്ടോ. ഇന്ത്യ ടു ഹോസ്റ്റ് 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് എത്രാമത്തെ എഡിഷനാണ്? വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ എത്രാമത്തെ എഡിഷനാണ്? 12th എഡിഷനാണ് കേട്ടോ. ഒരു കാരണവശാലും എഡിഷൻ മറക്കാൻ പാടില്ല. 12th എഡിഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ടിനെ ഇവർ റിവീൽ ചെയ്തിട്ടുണ്ട്. മാസ്കോട്ട് എന്ന് വെച്ചാൽ എന്താ? അതായത് ഇപ്പോൾ നാഷണൽ ഗെയിംസ്, ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് പോലത്തെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ഇവൻറ്റുകൾക്കൊക്കെ ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ ഒരു ബേർഡിനെയോ ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ആ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു കാരിക്കേച്ചർ പോലത്തെ അല്ലെങ്കിൽ ഒരു ഫണ്ണി ഫിഗർ എന്ത് ചെയ്യും? ഇവർ ഫ്രണ്ടിൽ ഈ സ്പോർട്സ് ഇവൻറ്റിൻ്റെ ഒരു മാസ്കോട്ടായിട്ട് ഇവർ എന്ത് ചെയ്യും? ഇവർ പ്രഖ്യാപിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ മാസ്കോട്ട് എന്ന് പറയുന്നത്. ചെറിയൊരു ഫണ്ണി ഫിഗർ ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ മാസ്കോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന 12ാമത്തെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്നത് വിരാജ് എന്ന് പറയുന്ന ഒരു യങ് എലിഫൻ്റ് ആണ് കേട്ടല്ലോ. ഒരു യങ് എലിഫൻ്റ് ആണെന്ത് നമ്മളീ പറയുന്ന വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ 12th എഡിഷൻ്റെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ മാസ്കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പേരെന്താണ്? വിരാജ് എന്നാണ് പേര്. ഈ മാസ്കോട്ടിൻ്റെ പേരും അതുപോലെ തന്നെ എഡിഷൻ നെയിമും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ഇത് നടക്കാൻ പോകുന്നത് ഏത് തീയതികളിലാണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 27 സെപ്റ്റംബർ ടു October 5, 2025. 27 സെപ്റ്റംബർ തൊട്ട് October 5 വരേക്കുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇവൻറ്റിൻ്റെ ഷെഡ്യൂള് ചെയ്ത് ഇപ്പം ആസ് ഓഫ് നൗ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടൈമാണ് അറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് സെപ്റ്റംബർ 27 തൊട്ട് October 5 വരേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ 12th എഡിഷൻ നടക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ മാസ്കോട്ട് ആരാണ്? വിരാജ് എന്ന് പറയുന്ന ഒരു യങ് എലിഫൻ്റ് ആണ്. ക്ലിയർ? അറിയാലോ ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഹെറിറ്റേജ് എന്നുള്ളത് അറിയാലോ. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഹെറിറ്റേജ് ആനിമൽ എന്നറിയാലോ. സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കണം എന്ത് ചെയ്തത്? ഇവർ ഇങ്ങനെയൊരു മാസ്കോട്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ചുകൂടി അധികം ഇൻഫർമേഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 186 ഇവൻറ്റുകളാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തന്നെ 101 മെൻസ് ഇവൻറ്റുകളും 84 വിമൺ ഇവൻറ്റുകളും ഒരു മിക്സ്ഡ് ഇവൻറ്റും. ഓക്കെ, 101 മെൻസ് ഇവൻ്റ് ഉണ്ട്, 84 വിമൺ ഇവൻറ്റുകളും ഒരു മിക്സ്ഡ് ഇവൻറ്റുമാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഓഫ് 186 ഇവൻറ്റുകൾക്ക് പോകുന്നത്. ഓക്കെ, ഏകദേശം 100-ൽ പരം രാജ്യങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. ഇറാൻസ് പാർലമെൻറ്റ് അപ്രൂവ്സ് ക്ലോഷർ ഓഫ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ആഫ്റ്റർ US അറ്റാക്സ് ഓൺ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. ഓക്കെ, അത്ര റെലവെൻ്റ് അല്ല, പക്ഷേ എന്നാലും സ്ട്രെയ്റ്റിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്. ഓക്കെ, ഇറാൻസ് പാർലമെൻറ്റ് എന്ത് ചെയ്തു? ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്യാനുള്ള ഇറാൻസ് പാർലമെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ക്ലോഷർ നടത്താൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നമ്മൾ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഗിബ്രാൾട്ടർ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ട്രെയ്റ്റുകളുണ്ട് അല്ലെ? പാക് സ്ട്രെയ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഓവർ ദ നേഷൻസ് എന്തുണ്ട്? ഒരുപാട് സ്ട്രെയ്റ്റുകൾ പ്രസൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇങ്ങനൊരു സ്ട്രെയ്റ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടും എന്ത് വേണം? ഒരു നിശ്ചിത കാരണം വേണം, ഒരു റീസൺ വേണം അല്ലേ? എന്തുകൊണ്ടാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസും ഇറാൻ പാർലമെൻറ്റ് ക്ലോസ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ആ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കൊടുത്തതിൻ്റെ റീസൺ എന്തായിരിക്കും? ആഫ്റ്റർ US അറ്റാക്ക് ഓൺ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. US അതിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്രമിക്കുന്നുണ്ട് എന്നുള്ള റീസൺ കൊണ്ട് എന്ത് ചെയ്തു? ഇറാൻ്റെ പാർലമെൻറ്റ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കാനുള്ള ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ മറ്റു പ്രത്യേകതയാണ് വേൾഡ്സ് മോസ്റ്റ് വൈറ്റൽ ആൻഡ് ഗ്യാസ് ഷിപ്പിംഗ് റൂട്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ എണ്ണ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്യാസൊക്കെ ഷിപ്പിംഗ് ചെയ്യുന്ന റൂട്ടാണെന്ത്? ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്യാനുള്ള അപ്രൂവൽ ആര് കൊടുത്തിട്ടുണ്ട്? ഇറാൻ്റെ പാർലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്.
ക്ലിയർ ആണല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന് ഒരു വ്യക്തമായ റീസൺ ഉണ്ട്. ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ US അറ്റാക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കാനുള്ള തീരുമാനമായിട്ടുള്ളത്. അടുത്തതിലേക്ക് മൂവ് ചെയ്യാണ്. ഇത് വളരെ റെലവൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണത് ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിയുടെ ഇൻഫർമേഷൻ. ക്രിസ്റ്റി കൊവൻട്രി ടേക്സ് ഓവർ ആസ് IOC ചീഫ്, റിസീവ്സ് ഗോൾഡൻ കീ ഫ്രം തോമസ് ബാക്ക്. ഓക്കെ, തോമസ് ബാക്ക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇതുവരെയുള്ള പ്രസിഡന്റ്. അതിനുശേഷം ഇപ്പോൾ ആരായിട്ട് വന്നിട്ടുണ്ട്? ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പുള്ളിക്കാരി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് 1-2 പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ വനിതയാണ്, അതുപോലെ തന്നെ ആദ്യത്തെ ആഫ്രിക്കൻ പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. IOCയുടെ ആദ്യത്തെ ആഫ്രിക്കൻ പ്രസിഡന്റാണ് ആര്? ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ആദ്യത്തെ വനിത കൂടിയാണ്. ഓക്കെ, ഇതിനു മുമ്പ് ആരായിരുന്നു? ഇതിനു മുമ്പ് ആ ഗോൾഡൻ കീ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് തോമസ് ബാക്ക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പുള്ളിക്ക് ശേഷമാണ് ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്ന പുള്ളിക്കാരി എന്ത് ചെയ്യുന്നത്? അടുത്ത 8 വർഷത്തെ ടേം പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 8 വർഷത്തേക്കാണ് ടേം വരുന്നത്. അതുപോലെ തന്നെ ഇലക്റ്റഡ് ഇൻ മാർച്ച് 2025, 2025 മാർച്ചിലാണ് എന്ത് ചെയ്തത്? പുള്ളിക്കാരിയെ ഇലക്ട് ചെയ്തത് സിംഗിൾ റൗണ്ട് ഇലക്ഷൻ. അതുപോലെ തന്നെ മറ്റ് 6 കാൻഡിഡേറ്റ്സിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് സിംഗിൾ റൗണ്ട് ഇലക്ഷനിലാണ് എന്ത് ചെയ്തത്? പുള്ളിക്കാരി ജയിച്ചു വന്നിട്ടുള്ളത്. ഓക്കെ, ഷി വാസ് ഫോർമലി ഹാൻഡഡ് ദ ഗോൾഡൻ കീ ടു IOC ബൈ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് തോമസ് ബാക്ക്, ഹു സെർവ്ഡ് ഫോർ 12 years. കഴിഞ്ഞ 12 വർഷമായിട്ട് IOCയുടെ കാര്യങ്ങൾ, IOCയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന വ്യക്തിയായിട്ടുള്ള തോമസ് ബാക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഗോൾഡൻ കീ ആര് മേടിച്ചിട്ടുണ്ട്? ക്രിസ്റ്റി കൊവൻട്രി മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കണം ഈ ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്ന വ്യക്തി IOCയുടെ ചെയർപേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ IOCയുടെ ചീഫായിട്ട്, അല്ലെങ്കിൽ IOCയുടെ പ്രസിഡന്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഇരുത്താനുള്ള റീസൺ എന്താണ്? അല്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, അല്ലെങ്കിൽ ഒരു ചീഫ്, അല്ലെങ്കിൽ ഒരു ഗവർണർ, അങ്ങനെ പൊളിറ്റിക്കലിയോ അതല്ലെങ്കിൽ ഇക്കണോമിക്കലോ ഏതൊരു രീതിയിലും നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായ റീസൺസ് കാണും, അല്ലേ? അതുപോലെ ഈ ക്രിസ്റ്റി കൊവൻട്രിയെ ഈ ഒരു IOCയുടെ ചീഫായിട്ട് നിയമിച്ചതിൻ്റെ മേജർ റീസൺ എന്താണ്? ഷീ ഈസ് എ 7-time ഒളിമ്പിക് മെഡലിസ്റ്റ്. 7 തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒളിമ്പിക് മെഡൽ കിട്ടിയ വ്യക്തിയാണ് ആര്? ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്നത്, അല്ലേ? അത് തന്നെ എന്താണ്? വലിയൊരു റീസൺ ആണ്, അല്ലേ? ഇനി പുള്ളിക്കാരുടെ ഇവന്റ് എന്തായിരുന്നു? പുള്ളിക്കാരുടെ ഇവന്റ് സ്വിമ്മിങ് ആയിരുന്നു. ഓക്കെ, പുള്ളിക്കാരുടെ ഇവന്റ് സ്വിമ്മിങ് ആയിരുന്നു. ഷീ വോൺ ഗോൾഡ് ഇൻ 200 meter ബാക്ക് സ്ട്രോക്ക് അറ്റ് ദ 2004 ഏതൻ ഒളിമ്പിക്സ്. ഓക്കെ, 2004 ഏതൻ ഒളിമ്പിക്സിലും അതുപോലെ തന്നെ 2008 ബീജിംഗ് ഒളിമ്പിക്സിലും എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളിക്കാരിക്ക് 200 meter ബാക്ക് സ്ട്രോക്കിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി മെഡലുകളും അതുപോലെ തന്നെ അവാർഡുകളും പുള്ളിക്കാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രം ജസ്റ്റ് ഓർത്തിരിക്കുക, റെലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 2004 ഏതൻസ് ഒളിമ്പിക്സിലും അതുപോലെ തന്നെ 2008 ബീജിംഗ് ഒളിമ്പിക്സിലും എന്ത് ചെയ്തു? പുള്ളിക്കാരിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീ ഈസ് എ 7-time ഒളിമ്പിക് മെഡലിസ്റ്റ്. 7 തവണ ഒളിമ്പിക് മെഡൽ ലഭിച്ച വ്യക്തി കൂടിയാണ് ആര്? ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇനി മൂവിങ് ഫോർവേഡ്, ഇത് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടിയാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കറണ്ട് അഫെയർ കൂടിയാണ് കേട്ടോ. ഒമാൻ ടു ബിക്കം ദ ഫസ്റ്റ് ഗൾഫ് കൺട്രി ടു ഇമ്പോസ് പേഴ്സണൽ ഇൻകം ടാക്സ് ഫ്രം 2028. 2028 തൊട്ട് ഒമാൻ എന്താവാൻ പോവുകയാണ്? ഗൾഫ് കൺട്രികളിൽ വെച്ച് ആദ്യമായിട്ട് പേഴ്സണൽ ഇൻകം ടാക്സ്, ഓക്കെ, ആദ്യമായിട്ട് പേഴ്സണൽ ഇൻകം ടാക്സ് ചുമത്താൻ പോകുന്ന ഒരു രാജ്യമായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഒമാൻ മാറാൻ പോവുകയാണ്. ഒമാൻ ആ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടി പോവാണ്. 2028 തൊട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ പേഴ്സണൽ ഇൻകം ടാക്സ് ഇമ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുള്ള ആദ്യത്തെ രാജ്യം കൂടിയാണിത് ഈ ഇറാൻ അല്ല, ഒമാൻ എന്ന് പറയുന്നത്. എന്തിന്? ആദ്യമായിട്ട് പേഴ്സണൽ ഇൻകം ടാക്സ് ചുമത്തുന്ന ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ ആദ്യത്തെ രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ കുറച്ചധികം ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണമെന്നില്ല. അക്കോർഡിംഗ് ടു റൂട്ടേഴ്സ്, ഒമാൻ വിൽ ഇമ്പോസ് എ 5% പേഴ്സണൽ ഇൻകം ടാക്സ് ഓൺ ഇൻഡിവിജ്വൽസ് ഏർണിംഗ് മോർ ദാൻ 42,000 ഒമാനി റിയാൽസ്. 42,000 ഒമാനി റിയാൽസിൽ കൂടുതൽ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? 5% പേഴ്സണൽ ഇൻകം ടാക്സ് കൊടുക്കാനാണ് ആസ് ഓഫ് നൗ അവർ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ആദ്യമായിട്ട് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ നിന്നും 2028 ആകുമ്പോഴത്തേക്കും പേഴ്സണൽ ഇൻകം ടാക്സ് ചുമത്താൻ പോകുന്ന ആദ്യത്തെ രാജ്യമാണിത്,
ഒമാൻ എന്ന് പറയുന്നത്. അത്രമാത്രം ഓർത്തിരുന്നാൽ മതി. ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ ദിലീപ് ദോഷി പാസസ് അവേ അറ്റ് 77. അത്ര റെലവെൻ്റ് ഉള്ള ആളുടെ പേര് മാത്രം ഒന്ന് ഓർത്തിരിക്കുക, ദിലീപ് ദോഷി കേട്ടോ. ദിലീപ് ദോഷി എന്ന ആൾ ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹീ ഈസ് എ ലെഫ്റ്റ് ആം സ്പിന്നറാണ് പുള്ളിക്കാരൻ. എന്ത് ചെയ്തു? 77 ഇയേഴ്സ് ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. റെപ്രസെൻറ്റഡ് ഇന്ത്യ ഫ്രം 1979 ടു 1983 അല്ലേ, 1979 തൊട്ട് 83 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ച വ്യക്തിയാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ പുള്ളി എന്താണ്? ഹീസ് എ ലെഫ്റ്റ് ആം സ്പിന്നർ. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഇന്ത്യ ബാഗ്സ് 4 മെഡൽസ് ഓൺ ഓപ്പണിംഗ് ഡേ ഓഫ് പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് 2025. ഇന്ത്യ ഓപ്പണിംഗ് ഡേയിൽ തന്നെ പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 4 മെഡൽസ് പുള്ളിക്കാരൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓക്കെ, 4 മെഡൽസ് ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ 1 ഗോൾഡും 1 സിൽവറും 2 ബ്രോൺസുമാണ് ഉള്ളത്. എന്തൊക്കെ ഇവൻറ്റ്സ് ആണ്? ഒരുപാട്, ഏകദേശം 40 പരം ആൾക്കാർ, 40 പരം രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണെന്ത്? നമ്മുടെ ഈ പറയുന്ന പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഇനി ഗുൽഫാം അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ പറഞ്ഞു 4 മെഡൽസാണ് മൊത്തം കിട്ടിയിട്ടുള്ളത് അല്ലേ. ഗുൽഫാം അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മെൻസ് ലൈറ്റ് 59 കിലോഗ്രാം കാറ്റഗറിയിലാണ് പുള്ളിക്കാരൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ലിഫ്റ്റ് ഓഫ് 151 kg. ഓക്കെ, അതുപോലെ രാമുഭായ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? 151 kgയിൽ തന്നെ അണ്ടർ 72 മെൻസ് ലൈറ്റിലാണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജോബി മാത്യു എന്ന് പറയുന്ന വ്യക്തിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പിലെ 2025 വേൾഡ് കപ്പിലെ ആദ്യത്തെ 4 മെഡൽസ് അല്ലേ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഓൺ ദ ഓപ്പണിംഗ് ഡേ, ആദ്യത്തെ ദിവസത്തെ 4 മെഡൽസ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ എന്തുണ്ട്? 1 ഗോൾഡും 1 സിൽവറും 2 ബ്രോൺസുമാണ് ഉള്ളത്. മൂവിങ് ഫോർവേഡ്, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ ഏത് SSC, ബാങ്ക്, ISRO, റെയിൽവേ ഏത് എക്സാംസിന് പോകുന്ന സമയത്തും സ്കീംസ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പോളിസി എന്ന് പറയുന്നത് അത്യാവശ്യം റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും ഇക്കണോമിക്സ് കവർ ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ, സ്കീംസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പോളിസി എന്നുള്ളത് വളരെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. എന്തായാലും പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടൊരു അതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഗവൺമെൻറ് ലോഞ്ചസ് നവ്യ സ്കീം ടു എംപവർ അഡോളസെന്റ് ഗേൾസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ്. ഓക്കെ, അതായത് ഉത്തർപ്രദേശിലെ സോൻഭദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ജൂൺ 24, 2025 തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നവ്യ എന്ന് പറയുന്നൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നവ്യൻ്റെ ഫുൾ ഫോം ഇതാണ്: നർച്ചറിങ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെന്റ് ഗേൾസ്. ഈ ഒരു സ്കീമിലൂടെ, നവ്യ എന്ന് പറയുന്ന സ്കീമിലൂടെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പും കൂടി 2 മിനിസ്ട്രീസും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഡോളസെന്റ് ഗേൾസിനെ, 16 തൊട്ട് 18 വരെ വയസ്സുള്ള അഡോളസെന്റ് ഗേൾസിനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? നോൺ ട്രഡീഷണൽ ജോബ് റോൾസ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇക്കണോമിക് സെക്ടേഴ്സിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടിക്കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? വൊക്കേഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്കില്ലുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. സ്കീമിൻ്റെ പേര് പഠിച്ചു വെച്ചോളാം. നവ്യ എന്നാണ് സ്കീമിൻ്റെ പേര്. അതുപോലെ തന്നെ സ്ഥലം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏത് 2 മിനിസ്ട്രികൾ തമ്മിലാണ്? സ്കിൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പും അല്ലേ. ഈ 2 സ്കീമുകളും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നവ്യ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഇതും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ അത്യാവശ്യം എല്ലാം ഒന്നിനൊന്ന് എന്ന് പറയുന്ന പോലെ തന്നെ ടോപ്പിക് റെലവെൻ്റ് ആണ്, ഇൻഫർമേഷൻസ് റെലവെൻ്റ് ആണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട്സ് എഴുതി കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ത്രിപുര ബിക്കംസ് ദ 3rd ഇന്ത്യൻ സ്റ്റേറ്റ് ടു അച്ചീവ് ഫുൾ ഫങ്ഷണൽ ലിറ്ററസി. നമുക്കറിയാം കേരള അല്ലേ, ഫുൾ സ്റ്റേറ്റിൽ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? മേജർ പോർഷൻ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണിത് കേരള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ത്രിപുര ബിക്കംസ് ദ 3rd ഇന്ത്യൻ സ്റ്റേറ്റ് ടു അച്ചീവ് ഫുൾ ഫങ്ഷണൽ ലിറ്ററസി. ഓക്കെ, ഫുൾ ഫങ്ഷണൽ ലിറ്ററസി അച്ചീവ് ചെയ്യുന്ന 3ാമത്തെ സ്റ്റേറ്റാണ് ഏത്? ത്രിപുര എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി 3ാമത്തെ സ്റ്റേറ്റ് ത്രിപുരയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 1ും 2ും ആരായിരിക്കും? മിസോറാമും അതുപോലെ തന്നെ ഗോവയും ആയിരിക്കും അല്ലേ.
മിസോറാം അതുപോലെ തന്നെ ഗോവയുമാണ്. മിസോറാമിൻ്റെ കേസൊക്കെ നമുക്കറിയാം. കേരള മിസോറാം ആണ് എന്താ ഉള്ളത് ഈ ലിറ്ററസിൻ്റെ കാര്യത്തിൽ ഫസ്റ്റും സെക്കൻഡും ഇതുവരെ പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ മിസോറാം, ഗോവ, അത് കഴിഞ്ഞിട്ട് ആരാണ് തേർഡ് പൊസിഷൻ കിട്ടിയിട്ടുള്ളത്? ത്രിപുരയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. മൂവിങ് ഫോർവേഡ്, ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് കറണ്ട് അഫയേഴ്സിൽ പെട്ട ഒന്നാണ്. സൗത്ത് കൊറിയ അപ്പോയിൻറ്റ്സ് ഫസ്റ്റ് സിവിലിയൻ ഡിഫൻസ് മിനിസ്റ്റർ ഇൻ ഓവർ 6 decades. 60 വർഷത്തിന് ശേഷം, ഓക്കെ 60+ ഇയേഴ്സ് ആയിട്ടുണ്ട്. 60 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി ആദ്യത്തെ സിവിലിയൻ ഡിഫൻസ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ സിവിലിയൻ ഡിഫൻസ് മിനിസ്റ്ററിനെ 64 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ് സൗത്ത് കൊറിയ ചെയ്യുകയാണ്. ക്ലിയർ. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഗ്യൂബാക്ക്, ആളുടെ പേരെന്തായിരുന്നു? ആൻ ഗ്യൂബാക്ക് എന്നാണ്. ആൻ ഗ്യൂബാക്ക്, എ വെറ്ററൻ ലോ മേക്കർ, മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് റിഫോം എഫേർട്ട് ഫോളോയിങ് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ടേമോയിൽ ഇൻ ദ കൺട്രി. ഓക്കെ, ആളുടെ പേരെന്തായിരുന്നു? ആൻ ഗ്യൂബാക്ക് എന്നാണ്. 64 വർഷത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ് സൗത്ത് കൊറിയ അതിൻ്റെ സിവിലിയൻ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് എന്ത് ചെയ്യുകയാണ്? ആൻ ഗ്യൂബാക്കിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതത്രയും എന്താണ് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പോകണം. അതുപോലെ തന്നെ SSC RRB എക്സാംസിന് പോകുന്നവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വക പോയിന്റുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ ടോപ്പിക്സുകളും ഡിസ്കസ് ചെയ്ത പോയിന്റ്സും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ജൂലൈൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് കറണ്ട് അഫയേഴ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക്